വെജിറ്റേറിയൻ നിർബന്ധമുണ്ടോ? ഇത് തീർത്ഥയാത്ര ഒന്നുമില്ലല്ലോ. അല്ലല്ല, തീർത്ഥയാത്ര ഒന്നും അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോ മത്സ്യവും മാംസവും ഒന്നും കഴിക്കാൻ പാടില്ല. അതൊക്കെ എപ്പോഴും കഴിക്കുന്നല്ലടാ. അതിന് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയില്ലേ അമ്മേ? ആ, സോനെ, അടുത്ത നമ്മള് മണികെട്ടുന്ന അമ്പലത്തിലേക്കാ പോന്നെ. അവിടെ ഇന്ന് വിശേഷ ദിവസമാ. പോയി തൊഴുതാ നല്ലതാ. ആണോ? അവിടേക്കാണോ പോന്നെ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പൊ ഇന്ന് മുഴുവൻ ഭക്തിയാത്രയാണല്ലേ? അവിടേക്കുള്ള യാത്ര നല്ല രസമാ. നല്ല കാഴ്ചകളും ഉണ്ട്. അല്ല, നീ അവിടെ ഒരിക്കൽ വന്നിട്ടുള്ളതല്ലേ? ആ ജങ്കാലിലൊക്കെ കയറി പോകുന്ന അമ്പലല്ലേ? എനിക്കിത് വലിയ ഇഷ്ടം. മോള് ജനിച്ചപ്പോ അവിടെ കൊണ്ടുപോകാന്ന് നേർന്നിട്ടുണ്ട്. ആ, ഞാനെല്ലാം കണക്ക് കൂട്ടിയ ഒരു കാര്യം തീരുമാനിക്കൂ. ആദ്യം കേൾക്കുമ്പോ എല്ലാവർക്കും കുറ്റമായിട്ട് തോന്നും. ഇപ്പൊ മണികെട്ടുന്ന അമ്പലം എല്ലാവർക്കും ഇഷ്ടമായല്ലോ. സത്യം, പിന്നെ പോകുന്ന വഴിക്ക് നല്ല റെസ്റ്റോറന്റ് ഉണ്ടോന്നല്ലേ ഡ്രൈവർ പവിത്രൻ പറഞ്ഞത്? ആ, എങ്കിൽ പിന്നെ അതായിരിക്കും നല്ലത്. സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയം ആയില്ലല്ലോ. ആ, എന്നാ പിന്നെ ഇവിടെ ഒന്ന് സമയം കളയണ്ട, പെട്ടെന്ന് പോവാം. നേരത്തെ അവിടെ എത്തിയ വലിയ തിരക്കില്ലാതെ വഴിപാടുകളൊക്കെ നടത്താം. വാ വാ വാ, വേഗം വന്നേ. വാ. മഴയൊക്കെ വരുന്നുണ്ട്, വാ പോവാം. വാ. അങ്ങോട്ട് കയറ്റി നിർത്തി. ശരി. ആരാ ചേച്ചി? ചിരു, അച്ഛൻ വന്നു. അച്ഛൻ എത്തിയോ? മോളെ പ്രസാദം. ഉണ്ണിയപ്പവും പായസവും വെണ്ണയൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും എടുത്തു കൊടുത്തു. ആ മോളെ, ചീരുവൊക്കെ എവിടെ? മുത്തച്ഛന്റെ പൊന്നെവിടെ? ഇത്തവണത്തെ ഗുരുവായൂർ ദർശനം എന്തായാലും ഭംഗിയായി. തിരക്ക് കുറച്ചുണ്ടെങ്കിലും ഭഗവാനെ നന്നായി കണ്ട് തൊഴാൻ പറ്റി. കണ്ണന്റെ മുന്നിൽ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചപ്പോ തന്നെ മനസ്സിനെന്തോ വല്ലാത്ത ആശ്വാസം തോന്നി. ഇനി അടുത്ത തവണ അച്ഛൻ പോകുമ്പോ ഞങ്ങളും കൂടെ വരാം. ഭഗവാനെ കണ്ടിട്ട് ഒരുപാട് നാളായി. അതിനിപ്പോ എന്താ, നമുക്ക് എപ്പോ വേണമെങ്കിലും പോവാലോ. രഘുവിന്റെ കാര്യത്തിൽ തന്നെ വേണമെങ്കിൽ പോവാലോ. അപ്പൊ പിന്നെ യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അച്ഛാ, അത് പിന്നെ രഘുവേട്ടന്റെ കാറ്. കാറ് എന്താ ചിരുമോളെ? എന്താ നീ പറയാൻ വന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോ അച്ഛ, എന്ത് പ്രശ്നം? ഒന്നുമില്ല അല്ല ചിരു? അതെ അതെ, യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നല്ലേ. അച്ഛൻ ചെന്ന് ഫ്രഷ് ആവും, എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആ, നല്ല ക്ഷീണമുണ്ട്. ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം. അപ്പോഴേക്കും നിങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വയ്ക്കും. മുത്തച്ഛൻ ഇപ്പൊ വരാട്ടാ. അതെ, ഓ രഘു എഴുന്നേറ്റില്ലേ? നീ അവനെ കൂടി വിളിക്കേ, ഒന്നിച്ചിരുന്ന് കഴിക്കാലോ. അച്ഛൻ പോയി റെഡി ആയിട്ട് വാ. അപ്പോഴേക്കും ഞാൻ രഘുവേട്ടനെ വിളിക്കാം. ശരി ശരി. ചിരു, ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും അച്ഛൻ അറിയണ്ട. എപ്പോഴായാലും അച്ഛൻ അറിയില്ലേ ചേച്ചി? അതറിഞ്ഞോട്ടെ, പക്ഷെ ഇപ്പൊ വേണ്ട. ഭഗവാനെ കണ്ട് മനസ്സ് തണുത്ത് സമാധാനത്തോടെ വന്നിരിക്കുക പാവം. അതിനിടയില് നമ്മളായിട്ട് സമാധാനം കെടുത്തണ്ട. അതും ശരിയാ. കാര്യങ്ങൾ അറിയുമ്പോൾ അച്ഛന് കൂടുതൽ വിഷമാവും. അതെ, ഓരോരോ പ്രശ്നങ്ങൾ കാരണം അച്ഛൻ ഇന്ന് സമാധാനക്കേടാ. സ്വസ്ഥായിട്ടൊന്ന് ആഹാരെങ്കിലും കഴിക്കട്ടെ. ചേച്ചി, രഘുവേട്ടനെ പോയി വിളിക്ക്, എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വരാൻ പറ. അച്ഛൻ ഇപ്പൊ വരും. രാത്രിയിലത്തെ കെട്ടുവിട്ട് കാണില്ല. ഞാനെന്തായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ. ലച്ചു, ഇങ്ങ് വാ. പ്രസാദം വന്നോ? പ്രസാദം തരട്ടെ? വാ വാ, നോക്കിയേ, നല്ല ഉണ്ണിയപ്പൊക്കെ ഉണ്ടല്ലോ. തരട്ടെ?
അച്ഛൻ.